വെള്ളാപ്പള്ളി നടേശൻ ഒരു പഞ്ചായത്ത് മെമ്പർ ഈഴവ സമുദായത്തിൽ നിന്ന് 30 കൊല്ലം കൊണ്ട് കേരളത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മേലാൽ അദ്ദേഹത്തിനെതിരെ പറയത്തില്ല. ഞാൻ പറഞ്ഞത് 36 MLA നിന്ന് ഈഴവ സമുദായം UDF നിന്ന് 1-ലേക്ക് വന്ന് താന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈഴവ സമുദായത്തെ വന്ധ്യംകരിച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ നിന്ന് പോകും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് ഒരു കമന്റ് പറഞ്ഞതോടുകൂടി വലിയ വിവാദമായി മാറുകയും ചെയ്തു. പിന്നീട് വർഗീയ പരാമർശം നടത്തി എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിന് പറഞ്ഞ കാരണം SNDPക്ക് മലപ്പുറത്ത് അല്ലെങ്കിൽ ഈ വയനാട്, കാസർഗോഡ് മേഖലയിലൊക്കെ ഒരു കോളേജ് പോലും തുടങ്ങാൻ പറ്റുന്നില്ല. എല്ലായ്പ്പോഴും മുസ്ലിം ലീഗ് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ കോളേജൊക്കെ അനുവദിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഈഴവ സമുദായത്തിന് യാതൊരുവിധ ഗുണവും മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ കിട്ടുന്നില്ല എന്നാണ്. അപ്പം ഈഴവ സമുദായത്തിന് ശരിക്കും ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണോ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ SNDP യോഗം പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് SNDPയുടെ മീനച്ചിൽ പാലാ യൂണിയന്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ ഉണ്ട്. അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് നല്ല ബന്ധമാണ്, SNDP യോഗവുമായിട്ട് നല്ല ബന്ധമാണ്. ഒരു കാലത്ത് SNDP യോഗത്തിൻ്റെ വക്താവായിരുന്നു. പിന്നീട് BDJS എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് ഹൈറേഞ്ച്, അതുപോലെ തന്നെ തൊടുപുഴ, മലനാട് തുടങ്ങിയ മേഖലകളുടെയൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഒരു കാലത്ത് KM സന്തോഷ് കുമാർ. അദ്ദേഹം തന്നെ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണോ? ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ടാണോ മലപ്പുറത്ത് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്? വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിനെ ഏത് തരത്തിൽ രക്ഷിച്ചു അദ്ദേഹം തന്നെ എണ്ണി കണക്ക് പറയട്ടെ. വെള്ളാപ്പള്ളി നടേശൻ 1996 SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അതിന് തൊട്ട് മുന്നം വൈക്കം ടീപുരത്തുണ്ടായ ഒരു സെമിത്തേരി പ്രശ്നമുണ്ട്. അവിടെ വന്ന് ക്രിസ്തീയ സഹോദരന്മാരുടെ പള്ളിക്ക് വില പറഞ്ഞ വെള്ളാപ്പള്ളി എന്നാണ് പുള്ളി സ്വയം പറഞ്ഞത്. ഞാനൊരു പള്ളിയാണ്, ആ പള്ളി എന്ത് വില വേണമെങ്കിൽ തന്നാൽ മതി, ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അന്നും ഒരു ജാതി പരാമർശത്തിലൂടെയാണ് വെള്ളാപ്പള്ളി രംഗത്ത് വരുന്നത്. വെള്ളാപ്പള്ളി വന്ന അന്നു മുതൽ ഈ നിമിഷം വരെ ഞാൻ ജാതി പറയും, ഇനിയും പറയും, ജാതി പറയണം എന്നാണ് ഈഴവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. വെള്ളാപ്പള്ളി ജാതി പറഞ്ഞതുകൊണ്ട് ഈഴവ സമുദായത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, ഏറ്റവും വലുത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ അധികാരം കയ്യിലുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ സൃഷ്ടികൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ രാഷ്ട്രീയ അധികാരം ഈഴവർക്കുൾപ്പെടെയുള്ള ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയ അധികാരം ഉണ്ടാക്കിത്തരുമെന്ന് വെള്ളാപ്പള്ളി വാഗ്ദാനം ചെയ്താണ് 2015 സമത്വ മുന്നേറ്റ യാത്രയും ആ സമത്വ മുന്നേറ്റ യാത്രയുടെ സൃഷ്ടിയായിട്ട് BDJS എന്ന പാർട്ടിയും വെള്ളാപ്പള്ളി സൃഷ്ടിക്കുന്നു. വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ സൃഷ്ടാവ്. ആ പാർട്ടിയിൽ വെള്ളാപ്പള്ളി എന്ത് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്? ഒരു പഞ്ചായത്ത് മെമ്പറെ സൃഷ്ടിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറ്റിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി പ്രസംഗിച്ചെന്ന് പറഞ്ഞു. ആദ്യം ഒരു കോളേജോ സ്കൂളോ ഉണ്ടാവണമെങ്കിൽ എന്താ ഇദ്ദേഹം പറ, ആദ്യം വേണ്ടത് എന്തായിരുന്നു? നിങ്ങൾക്കൊരു കോളേജ് തുടങ്ങണം, ഒരു സ്കൂൾ തുടങ്ങണം, നിങ്ങൾക്ക് എന്താ അതിന് ആദ്യം വേണ്ടത്? അവിടെ പഠിക്കാൻ ആവശ്യമായ ഭൂമി വേണം. അതെ, ആദ്യം വേണ്ടത് വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞാലുള്ള ഭൂമി മേടിച്ചിട്ടുണ്ടോ? സെന്റ് ഭൂമി വെള്ളാപ്പള്ളിക്കില്ല. ഭൂമി മേടിച്ചുകൊണ്ട് നടക്കുമോ? അതിന് പ്രോപ്പർ ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. കോളേജാണെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കണം, അല്ലേ? ഗവൺമെൻറ് കൊടുക്കണം, അല്ലേ? വെള്ളാപ്പള്ളി എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മറ്റാരോടോ ചട്ടുകമായി വെള്ളാപ്പള്ളി എക്കാലവും അങ്ങനെയാണ്. വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ലല്ലോ കേരളത്തിൽ. വെള്ളാപ്പള്ളി സമുദായ നേതാവല്ല, SNDP യോഗത്തെ സംരക്ഷിക്കും, പിന്നോക്ക സമുദായങ്ങളുടെ സംരക്ഷകനാണ്. സംവരണം ഭരണഘടനാദത്തമായി അനുവദിച്ച് കിട്ടിയ സംവരണം പോലും സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും കഴിയാത്ത ഒരു ജനറൽ സെക്രട്ടറിയാണ് ശ്രീ വെള്ളാപ്പള്ളി. ഇത്രയും ഈഴവ സമുദായത്തെ പടവലങ്ങ പോലെ വളർത്തി അരാജകത്വത്തിലേക്ക് കൊണ്ടെത്തിച്ച കാലം ഭയങ്കരമായ, അതായത് ഈ ദുഷ്ടൻ പന പോലെ വളരുമെന്നാണ്. ഈ പന പോലെ വളരുന്ന ദുഷ്ടൻ അവസാനം കൊലച്ച് നശിച്ചു പോകും. കാരണം ഇതെന്നു വെച്ചാൽ ഒരു വിഭാഗത്തെ ഒരു നിങ്ങൾ മനസ്സിലാക്കൂ, SNDP യോഗം എന്ന് പറയുന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ആദ്യത്തെ സംഘടനയാണ്. ഗുരുവും ഡോക്ടർ പൽപ്പുവും കുമാരനാശാൻ ഉൾപ്പെടെ 7 പേർ തിരുവനന്തപുരം മംഗളാലയം ബംഗ്ലാവിൽ ഒത്തുചേർന്ന് ഗുരു തിരികൊളുത്തിയ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഡോക്ടർ പൽപ്പുവാണ് അതിന് മുൻകൈ എടുക്കുന്നത്. തിരുവിതാംകൂറിൽ ഈഴവ സമുദായത്തിന് പഠിക്കാൻ അവസരം നിഷേധിച്ചപ്പോൾ മദ്രാശിയിൽ പോയി വളരെ ബുദ്ധിമുട്ടി പഠിച്ച് ഡോക്ടർ പരീക്ഷ പാസ്സായി വന്ന് തിരുവിതാംകൂറിൽ വന്ന് ജോലി ചോദിച്ചപ്പോൾ നിന്റെ കുലത്തൊഴിൽ ചെത്താണ്,
നിനക്ക് ചെത്താൻ 10 തെങ്ങ് കരവഴിവായി തരാം, പോയി ചെത്തി ജീവിക്കടാ എന്ന് തിരുവിതാംകൂർ ഭരണാധികാരികൾ ദിവാൻ പറഞ്ഞപ്പോൾ അത് ഡോക്ടർ പൽപുവിൻ്റെ ഹൃദയത്തിലേറ്റിയ ഇരുമ്പ് കൂടം കൊണ്ടുള്ള അടിയാണ്. ആ അടിയിൽ നിന്ന് വിരിഞ്ഞ റോസാപ്പൂവാണ് ശ്രീനാരായണ ധർമ്മപരിപാലനം. ആ യോഗത്തിൻ്റെ അന്തർധാരയോ അതിൻ്റെ മഹത്വം അറിയാത്ത, എന്താ പറയുന്നത്, വാക്കുകളില്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന മഹാനായ മനുഷ്യനെ കുറിച്ച് ഉപയോഗിക്കാൻ എൻ്റെ വായിൽ പദപ്രയോഗങ്ങളില്ല. ഞങ്ങളെപ്പോലെ എത്ര യങ്സ്റ്റേഴ്സിനെ അദ്ദേഹം ഉപയോഗിച്ചു. യൂസ് ആൻഡ് ത്രോയാണ്. നമുക്ക് എന്ത് കഴിവുണ്ട്, നമുക്ക് എന്ത് പ്രാപ്തിയുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കും. എന്നെ നിർബന്ധിച്ചാണ് പാലാ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയത്. അത് എന്നെ നിർബന്ധിച്ച് എൻ്റെ വീടും കൂടും കളഞ്ഞ് എനിക്ക് ആ സാമാന്യം ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ബാക്ക്ഗ്രൗണ്ടും 39 നമ്പർ സായുടെ പ്രസിഡൻ്റായിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചവനാണ്. ഞാൻ എൻ്റെ ഭരണസമിതി 2 നില സ്കൂൾ കെട്ടിടം പണിതു, ശാഖ ഓഫീസ് പണിതു, ഗുരുവിന് പഞ്ചലോക വിഗ്രഹവും ക്ഷേത്രവും പണിതു, സുബ്രഹ്മണ്യ ക്ഷേത്രം പുനരുദ്ധരിച്ചു, ഒരുപാട് വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി. ഇതിലൊക്കെ വന്ന് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഇനി മതി, നിർത്തിക്കൂ. എന്നെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടാണ് എന്നെ യൂണിയൻ ഭാരവാഹി ആക്കുന്നത്. അത് കഴിഞ്ഞ് എന്നെ നിർബന്ധിച്ചാണ് ഹൈ റേഞ്ച് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ആക്കുന്നത്. എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ യൂണിയൻ്റെയും അഡ്മിനിസ്ട്രേറ്റർ ആക്കി. കാരണം എൻ്റെ തൊഴിൽ വക്കീൽ പണിയാണ്. ഞാൻ വക്കീൽ പണി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളും വക്കീൽ പണിയിലൂടെ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. ഞാൻ വെള്ളാപ്പള്ളി നടേശനെ പോലെ സമുദായത്തെ വീതം അടിക്കാമെന്നോ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ SNDP യോഗത്തെ കാണുന്നത് ദൈവിക സംഘടനയായിട്ടാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തെ കാണുന്നത് ഈശ്വരീയ സംഘടന, ഈശ്വരൻ സൃഷ്ടിച്ച സംഘടനയാണത്. അപ്പോൾ നമ്മുടെ സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ SNDP യോഗം എന്ന മനോഹരമായ ചന്ദനമരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന കാളകൂട വിഷമാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് പുതിയ സമൂഹം. പിന്നെ ഇന്ന് എപ്പോഴും ഇതിൻ്റെ ഒരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട് SNDP യോഗം. ആ മെക്കാനിസം എന്ന് പറഞ്ഞാൽ യോഗം ജനറൽ സെക്രട്ടറി എല്ലാത്തിൻ്റെ അധിപനാണ്, അന്തിമ വാക്കാണെന്ന് എഴുതി വെച്ചിരിക്കുക ബൈലോയിൽ. ഏതെങ്കിലും ഒരാൾ അഭിപ്രായം ചോദിച്ചു പോലെ അവൻ സംഘടനയ്ക്ക് അത് കാണത്തില്ല. പിറ്റേ ദിവസം ഇതാണ് ചെയ്യുന്നത്. ഇമാസ്കുലേഷൻ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വരി ഉടയ്ക്കൽ, സമുദായത്തെ തീർത്ത് കളഞ്ഞു. അതുണ്ടായത് ഈ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷമാണ്. SNDPയുടെ ചരിത്രം അങ്ങനെയല്ല. മഹാകവി കുമാരനാശാന്റെ മുഖത്ത് നോക്കി വിമർശിച്ചിട്ടുള്ള TK മാധവൻ ഉൾപ്പെടെയുള്ള ആളുകൾ. SNDP യോഗത്തിന്റെ ചരിത്രം മനസ്സിലാക്കുക. SNDP യോഗം 1903 സ്ഥാപിതമാകും. ലോകത്തെ ആദ്യത്തെ വനിതാ സംഘടന ഉണ്ടാക്കുന്നത് ഗുരുവാണ്. ഇപ്പോൾ വനിതാ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ ശാക്തീകരണമൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഈ ലോകത്ത് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നത് ഗുരുദേവനും SNDP യോഗമാണ്. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരം ചെയ്തത് SNDP യോഗമാണ്. അപ്പോൾ SNDP ഒരു വലിയ സംഭവമായിരുന്നു കേരളത്തിൽ. വെള്ളാപ്പള്ളി നടേശൻ്റെ മഹത്വം വല്ലതും അറിയാവോ? കേരളത്തെ മാറ്റിമറിച്ച് കളഞ്ഞു SNDP യോഗം. കേരളത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച് കളഞ്ഞു. നിവർത്തന പ്രക്ഷോഭണം നടത്തിയതാരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? ചരിത്രം ഉറങ്ങുന്ന ഒരു സംഘടനയാണ് SNDP യോഗം. യോഗം സ്ഥാപിതമായത് കണ്ടിട്ടും യോഗത്തിൻ്റെ പ്രവർത്തനം കണ്ടിട്ടുമാണ് നായർ സഹോദരന്മാർ NSS-ഉം വിശ്വകർമ്മ സഹോദരന്മാർ വിശ്വകർമ്മ സഭയും മഹാനായ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന യോഗവും കേരള KPMS ഒക്കെ ഉണ്ടാകുന്ന ഇതാണ് വഴികാട്ടി. അപ്പൊ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത്? അതിന്റെ ചരിത്രം കൂടെ പറഞ്ഞു. അതിന്റെ ചരിത്രം ഈ 1995 ശിവഗിരിയിൽ പോലീസ് കയറിയ ഒരു ഇഷ്യൂ ഉണ്ട്. ശാശ്വതികാനന്ദ സ്വാമിയായിട്ടുള്ള ടക്ക് ഓഫ് വാറിന്റെ ഭാഗമാണ്. അവിടെ ജയിച്ച ആൾക്ക് അധികാരം കൊടുക്കാതിരിക്കുക, അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ്. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനായ ശ്രീ AK ആന്റണി. അദ്ദേഹത്തിൻ്റെയാണ് ആഭ്യന്തരം. അങ്ങനെ അവിടെ പോലീസ് കയറി. അപ്പം അതിനെങ്ങോട്ട് പോലീസ് കയറിയെന്നും നമ്മുടെ ആധ്യാത്മിക പീഠത്തിൽ പോലീസ് കയറി ബൂട്ടിട്ട് ചവിട്ടിയെന്നും ശിവരിക്കുന്നിന് മുകളിൽ കാർമേഘം ഉരുണ്ടുകൂടിയെന്നും നിങ്ങൾക്കൊരു നേതാവുണ്ടോ എന്ന് AK ആന്റണി ചോദിച്ചെന്നും ഈഴവരായി നിങ്ങൾക്കൊരു നേതാവുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയാണ് വെള്ളാപ്പള്ളി മാർക്കറ്റ് ചെയ്ത സാധനം. അതിനകത്ത് ശാശ്വതികാനന്ദ സ്വാമിക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അന്ന് അച്യുതാനന്ദനും ബഹുമാനപ്പെട്ട വന്ധ്യവയോധികനായ പരേതനായ ബഹുമാനപ്പെട്ട അച്യുതാനന്ദനും ശാശ്വതികാനന്ദ സ്വാമിയാണ് വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുത്തത്. പക്ഷേ അച്യുതാനന്ദൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു വെള്ളാപ്പള്ളി കള്ളനാണ്. വെള്ളാപ്പള്ളി 377 ദിവസം വെള്ളാപ്പള്ളിയുടെ സ്വന്തം വീട്ടിൽ കയറ്റാതെ അവിടെ സമരമായിരുന്നു. കാരണം കണിച്ചുകുളങ്ങര ദേവസ്വം ട്രസ്റ്റ് അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തി. അതിനെതിരോട് വലിയ പ്രതിഷേധമായി സ്വന്തം വീട്ടിൽ കയറാതെ 377 ദിവസം വെള്ളാപ്പള്ളി നടത്തുന്നത് ഒളിച്ചു നടന്നു. അവസാനം അച്യുതാനന്ദനുമായിട്ട് സെറ്റിൽ ചെയ്ത് തുടങ്ങുക. പക്ഷേ അച്യുതാനന്ദൻ മരണം വരെ വെള്ളാപ്പള്ളിക്കെതിരായി പോരാടുന്ന ഒരു പോരാളിയായിരുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലും വാദി അച്യുതാനന്ദനും അതിനകത്ത് പ്രതി വെള്ളാപ്പള്ളി നടേശനുമാണ്. ആ വാദിക്കും പ്രതിക്കും പത്മഭൂഷൺ കൊടുത്ത BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്.
അത് കേരളത്തിൽ ആദ്യം കേൾക്കുകയാണ് ഇത്തരം കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയും. ആ പത്മ പുരസ്കാരത്തെ പുച്ഛിച്ചതാണ് വെള്ളാപ്പള്ളികൾ. താങ്കൾ കേട്ട് കാണുമല്ലോ, ഏതോ ഒരു ലേഡി ഇതിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പത്മ പുരസ്കാരം ആർക്ക് വേണം, ഏത് പട്ടിക്ക് വേണം, അത് കാശ് കൊടുത്താൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ആക്ഷേപിച്ച് കേട്ടിട്ടില്ലത്. ലോകം മുഴുവൻ വൈറലാണ്. അങ്ങനെയുള്ള ഒരുത്തിന് പത്മ പുരസ്കാരത്തെ ആക്ഷേപിച്ച് അപമാനിച്ച അനവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളിയുടേസിന് പത്മ പുരസ്കാരം കൊടുത്ത BJP സർക്കാർ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള പത്മ പുരസ്കാരം കിട്ടിയിട്ടുള്ള ധീരദേശാഭിമാനികളോടും രാജ്യസ്നേഹികളോടും ചെയ്ത ഏറ്റവും വലിയ പാതകമായി. അല്ല, ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ട് ഓരോ ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശൻ ഇടപെടലുകൾ നടത്തിയെന്നും വെള്ളാപ്പള്ളി നടേശന് ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഈ ദേവസ്വം ബോർഡിൽ എപ്പോഴും SNDPയുടെ ഒരു പ്രതിനിധി അയക്കുന്നു, അങ്ങനെ ഓരോരുത്തർക്കും പദവികൾ നൽകുന്നു, പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മൈക്രോ ഫിനാൻസ് പദ്ധതി കൊണ്ടുവരുന്നു, അങ്ങനെ മൊത്തത്തിൽ സമുദായത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച നേതാവ് അങ്ങനെയാണ് കരുതപ്പെടുന്നത്. ശരിയല്ലേ? ഉമ്മൻചാണ്ടി സർക്കാരും ആന്റണി സർക്കാരിൻ്റെ കാലത്ത് വെള്ളാപ്പള്ളി ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ദേവസ്വം ബോർഡും ഒക്കെ മകനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുമ്പിലാക്കിയിട്ടുണ്ട്. എല്ലാം മകനും വീട്ടുകാർക്കുമാണുള്ളത്, വേറെ കുടുക്കിയല്ലോ. പിന്നെ പുള്ളി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നല്ല കച്ചവടക്കാർക്ക് പുള്ളി ഇത് മേടിച്ചു കൊടുക്കും. അങ്ങനെ MP ശ്രീകുമാർ, സുഭാഷ് വാസു, അനിൽ തറനിലം, ഇങ്ങനെ കുറേ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുമ്പായിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായാംഗത്തിന് ഇവന്മാരെ കൊണ്ട്, ഈ വിട്ട ആളുകളെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം വേണ്ട? ഗുരുവായൂർ അമ്പലത്തിലൊന്ന് തൊഴാൻ കാരണം ഒന്ന് വിളിച്ചു പറയാൻ ആരെ കൊണ്ടെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഞാൻ നായർ സഹോദരന്മാരും മറ്റ് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും ബോർഡ് മെമ്പർമാരുണ്ട്. ഞാൻ ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ആർക്കെങ്കിലും പോകണമെങ്കിൽ, അവർ അന്നേരം പിറ്റേ ദിവസം അവിടെ ചെല്ലും നിർമ്മാല്യം തൊഴാനും ഒക്കെ ഇവിടെ റെഡിയാണ്. സ്വന്തം മകനോടെ പോയിരുന്നു, മുതൽ ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരുപാട് കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ട്. അവിടെ നിയമനങ്ങളിൽ ഇവന്മാർ ബോർഡ് കച്ചവടം വെള്ളാപ്പള്ളി അടുത്ത് കാശും മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയാണ്, വീതം വെച്ചതിൻ്റെ അടിയാണ് ശ്രീകുമാറുമായിട്ട് തെറ്റുന്നത്. ആദ്യം MP ശ്രീകുമാറുമായിട്ട്. അന്ന് MP ശ്രീകുമാറിന് ആദ്യം മേടിച്ചെടുക്കുന്നത് എന്നാ വേളായിരുന്നു. അന്ന് വലിയ സംഭവം, ലോട്ടറി അടിച്ചതുകൊണ്ടാണ് MP ശ്രീകുമാർ അവിടുന്ന് തെറ്റി. കാരണം വീതം വെച്ച് 1 കിലോ ശർക്കരയ്ക്കകത്ത് 50 പൈസ കിട്ടിയ വല്ലതും കിട്ടുമോ? കാരണം അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു, ശർക്കര കച്ചവടത്തിൽ, ശബരിമല ശർക്കര കച്ചവടത്തിൽ. പിന്നെ പിണറായി വിജയൻ ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ ഒരു മെമ്പർഷിപ്പ് ഇത് കൊടുത്തിട്ടില്ല, SNDP പറഞ്ഞെടുത്ത് കൊടുത്തിട്ടില്ല. അതിന് മുമ്പാണ് ഈ കച്ചവടം നടത്തിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? വെള്ളാപ്പള്ളി നടേശന് വേണ്ടി കൊടുത്തു. അപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്, KM മാണി സാറിൻ്റെ പാലായം തട്ടകത്തിലാണ് മാണി സാർ ഞാനുമായിട്ട് വലിയൊരു സ്നേഹവും അടുപ്പമുള്ള ഒരാളാണ്. ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവല്ലേ മാണി സാർ. അത് എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കണ്ട ഒരുപാട് അവസരങ്ങളുണ്ട്. അത്രയും സ്നേഹവും ഇഷ്ടവും. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. 2010 ഇലക്ഷനിൽ വെള്ളാപ്പള്ളി മാണി സാറുമായിട്ട് ടൈപ്പായിട്ട് മാണി സാറിന് ബന്ധം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം അന്നും ജനം വിചാരിച്ചത് തന്നെയാണ്, അന്ന് UDF വേണമെങ്കിൽ 5 സീറ്റ് 10 സീറ്റ് വേണമെങ്കിൽ SNDP കൊടുക്കും. SNDP സീറ്റ് കൊടുത്ത് 10 സീറ്റ് കിട്ടി 5 പേര് ജയിച്ച് MLA ആയിരുന്ന ആരെങ്കിലും മന്ത്രിയാവുമല്ലോ ഈഴവ സമുദായത്തിൽ നിന്ന്. വേറൊരു മന്ത്രിയും വേണ്ട, ഞാനും എൻ്റെ മകനും എൻ്റെ ഭാര്യയും ഇതെല്ലാം മതി. പിന്നെ പൊട്ടൻ കുറേ ചോവന്മാരും മതി. ഒരു വെളിവില്ലാത്തവരെ ഇവരെ അടിച്ചു നടക്കാൻ കുറേ പൊട്ടന്മാരുണ്ടല്ലോ. ഞാനും എങ്ങനെ നടന്നവനാണെന്ന് ഈയിടെ പറയാം. ഇയാൾ കള്ളനാണെന്ന് എനിക്ക് തിരിച്ചറിയുമ്പോഴല്ലേ എനിക്ക് ബോധം ഉണ്ടാകുന്നത്. ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒന്നിപ്പിച്ച് നിർത്താൻ എൻ്റെ സമുദായ നേതാക്കൾക്കെല്ലാം പാർട്ടിയെ നയിക്കുന്നവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിച്ച് നിന്നാൽ ഹിന്ദു സമുദായത്തിന് ഒന്നിച്ച് നിൽക്കാമെന്നും അവകാശങ്ങൾ തേടിയെടുക്കാൻ പറ്റുമെന്നും ഒക്കെ വെള്ളാപ്പള്ളി ഒരു നിലപാട് മുന്നോട്ട് വെച്ചിരുന്നല്ലോ. സാറേ, ഇപ്പം അത് മാറ്റിയല്ലോ, അത് നസ്രാണി വരെ ആക്കിയല്ലോ. ഇത് ശുദ്ധ തട്ടിപ്പാണെന്ന്. ഇപ്പം എന്നോട് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് എനിക്ക് വളരെ അടുപ്പമുള്ള മനുഷ്യനാണ്, സാത്വികനായ നല്ല മനുഷ്യൻ. അതാ ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ പാവത്തിനെ കൂടെ പിടിച്ച് ഇവൻ്റെ തട്ടിപ്പിനകത്തിട്ടു. ഇയാളുടെ തട്ടിപ്പ് വിശ്വസിച്ചു. പിന്നെ വടക്കുന്നുള്ള മലബാറിൽ നിന്നുള്ളൊരു NSSൻ്റെ നേതാവുണ്ട്, അയാളുടെ പേര് അദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു, അദ്ദേഹം ഉൾപ്പെടെ. പിന്നെ തൊപ്പി വെച്ച ഒരു പള്ളിയിലച്ഛനുണ്ട്, അത് ഈയുടെ സ്ഥിരം ഈ ഏജൻറ്റാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ തൃപ്പൂണിത്തുറയുടെ തൊപ്പിയൊക്കെ വെക്കുന്ന ഒരു അച്ഛനാണ്, ഈ കല്യാണം കഴിക്കാവുന്ന അച്ഛനാന്ന് തോന്നുന്നു. ആ അച്ഛനെ കൊണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തെ. അപ്പം അതൊക്കെ എന്തിനും ഏർപ്പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള KPMSൻ്റെ TV ബാബു സാർ മരിച്ചു, നീലകണ്ഠൻ മാസ്റ്റർ, ഇങ്ങനെ KPMSൻ്റെ വേറൊരു വിഭാഗം ഇവരെല്ലാം കൂടെ കൂടി ഒരു മൂവ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചാണ് സമത്വമുന്നേറ്റ യാത്ര നടത്തിയ ഒരു ഔട്ട്പുട്ടാണല്ലോ BDJS ഉണ്ടായത്. ആ അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട് വളരെ നെഞ്ചുപൊട്ടി വേദന എൻ്റെ സന്തോഷ് വക്കീൽ എൻ്റെ ജീവിതത്തിൽ പറ്റിയ അബദ്ധമാണ് ഈ മനുഷ്യൻ്റെ കൂടെ കൂടി പോകും.
നായാടി മുതൽ നമ്പൂതിരി വരെ സംഘടിച്ച് ഒന്നാകണം എന്ന് പറയുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയും വേണം, വേണ്ടേ? ഇയാൾ ഏത് നായാടിയെ സഹായിച്ച്, ഏത് നമ്പൂതിരിയെ സഹായിച്ച്? ഇയാൾ വേണ്ടല്ലോ, ഈഴവരെ പോലും സഹായിച്ചില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു വന്ന് പോയിന്റ് അതല്ലായിരുന്നു. അന്ന് 2010 KM മാണി സാറിന് പിന്തുണ കൊടുക്കാൻ ഇയാൾ എന്നെ വിളിച്ചു പറയുന്നു. ഞാനത് കോടതി വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തിരുതരെ എന്നെ വിളിക്കുന്നു. പുറത്തിറങ്ങുന്ന എന്നാ ഇയാൾ സെൻറ്റിന്ന് വിളിച്ചു ചോദിച്ചു, എടാ നാളത്തെ കഴിഞ്ഞ് ടൗൺ ഹാൾ ബുക്ക് ചെയ്ത് മീറ്റിംഗ് വിളിക്കണം, ഞാൻ അധ്യക്ഷൻ, മാണി സാറ് ഉദ്ഘാടകൻ എന്നൊക്കെ പറഞ്ഞു. ശരി, അന്നേരം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഹാൾ ബുക്ക് ചെയ്തു. വൈകുന്നേരം വിളിച്ചു പറഞ്ഞു PC ജോർജിനെ കൂടെ വിളിക്കണമെന്ന് പറഞ്ഞു. ശരി, PC ജോർജിനെ വിളിച്ചു. PC ജോർജ് ടൗൺ ഹാൾ ഇടിച്ച് ഹാള്. അപ്പം അന്നത്തെ ഒരു ഈഴവ സമുദായത്തിൻ്റെ ചിന്ത എന്താണ്? ഈഴവ സമുദായത്തിൻ്റെ ചിന്ത, ഈ പിന്തുണ കൊടുക്കുന്നതിലൂടെ നമ്മുടെ സമുദായത്തിന് 4-5 സീറ്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിച്ചു, ജനറൽ സെക്രട്ടറി 4-5-10 സീറ്റ് ചോദിച്ചിട്ടുണ്ട്, വല്ലതും നടക്കുമോ? അതൊക്കെ ഞാൻ തീരുമാനിച്ച, കാരണം ആരും ആവരുത്. ഈഴവ സമുദായത്തിൽ നിന്ന് ഇയാളല്ലാതെ വേറൊരാൾ MLA യും മന്ത്രി ആകരുതെന്ന് അജണ്ടയുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അജണ്ടയുമായിട്ടാണ് വെള്ളാപ്പള്ളി നടക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് എൻ്റെ മകനായിരിക്കണം. ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ മകനടിച്ചാൽ മതി. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇലക്ഷനെല്ലാം കഴിഞ്ഞു മാണി സാർ ജയിക്കുന്നു. അന്ന് അതിനുവേണ്ടി പണിയെടുത്തത് എന്നെപ്പോലുള്ള പാവപ്പെട്ട പാലാക്കാരാണല്ലോ. വെള്ളാപ്പള്ളിക്ക് ഒന്ന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. മാണി സാർ ജയിച്ചു. മാണി സാറിന് വലിയ സന്തോഷമൊക്കെ. മാണി സാർ അങ്ങനെ നിയമമന്ത്രിയും പിന്നെന്താ ധനകാര്യവും എല്ലാം കൂടെ മാണി സാറിന് കിട്ടുന്നു. ഉടനടി വെള്ളാപ്പള്ളി ഉറപ്പിച്ചിരിക്കാനുള്ള കച്ചവടം നമുക്കറിയില്ലല്ലോ. യഥാർത്ഥത്തിൽ പണിയെടുത്തത് എന്നെ പോലുള്ള ആളുകളാണല്ലോ, കഠിനാധ്വാനം ചെയ്തിട്ടാണല്ലോ മാണി സാർ പാലാ ജയിക്കുന്നത്. ആ ഇലക്ഷൻ നമ്മുടെ പിന്തുണ ഇല്ലെങ്കിൽ മാണി സാർ പക്ഷേ വീട് പോയാനെ. പോൾട്രി കോർപ്പറേഷൻ മേടിച്ചെടുത്തു. അപ്പം പണിയെടുത്ത് നമ്മളെ അന്നേരം പിന്നെ കളയുക, മനസ്സിലായില്ലേ? ഇപ്പം എന്നെയാണ് പോൾട്രി കോർപ്പറേഷൻ്റെ ചെയർമാനാക്കിയെങ്കിൽ ഞാൻ കക്കത്തുമില്ല, ഞാൻ വെള്ളാപ്പള്ളിക്കിട്ട് വീതം കൊടുക്കത്തുമില്ല. അതിന് പത്തനംതിട്ട നിർത്തിന് ഇറക്കിയിട്ട് എവനോട് കൊടുത്തു, പത്മകുമാറിന്. ഒരു കോഴിക്ക് 1 രൂപ കിട്ടിയാൽ പോലെ വല്ലതും കിട്ടുമോ? കോഴിത്തീറ്റ കോഴിക്കൂട് ഇത് മൊത്തം 5 കൊല്ലം വിറ്റ് ആ കച്ചവടം. ഇത് മുഴുവൻ വെള്ളാപ്പള്ളി തീരുമാനിക്കുന്നതല്ല, പത്മകുമാർ വല്ലതും. ഇതിൻ്റെ അങ്ങനെ റാൻ മൂളി നിൽക്കുന്നവർക്കല്ലേ ഇതിനകത്ത് പ്രസക്തിയുള്ളൂ. പിന്നെ കേരളത്തിൽ എൻ്റെ അറിവിൽ എന്നെ വിളിച്ചു വരുത്തി, നീ നാളെ അത്യാവശ്യം വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഉടനെ വെള്ളാപ്പള്ളി വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റും. അവിടെ ചെല്ലുന്നു, ഒരു കവർ എഴുതി തൊട്ട്, നീ ഇത് മാണി സാറിനെ കൊടുക്കണം, നീ നേരിട്ട് കൊണ്ട് കൊടുക്കണം, വേറെ ആരെങ്കിലും കൊടുത്തു വിടരുത് എന്നൊക്കെയാണ് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാനവിടെ ചെല്ലുന്നു. മാണി സാർ മന്ത്രിയായിട്ടിരിക്കും. ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ട്. പെട്ടെന്ന് ഞാൻ അവിടെ എൻ്റെ വണ്ടി കണ്ടപ്പോഴേ സിബി പുള്ളിയുടെ PA പറഞ്ഞു, സന്തോഷ് കുമാർ വരുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് മാണി സാർ ഒരു അതിനകത്ത് കെട്ടിപ്പിടിച്ച് തോളെ പിടിച്ച് അകത്തോട്ട് മുറിയിലോട്ട് കൊണ്ടുപോകുന്നു. എന്നാ സന്തോഷം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കട്ടുണ്ട് തരാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു. അതിൽ പെട്ടെന്ന് പൊട്ടിച്ച് വായിച്ചു. എൻ്റെ തോളെ കൈയിട്ട് മാണി സാർ ചോദിച്ചു, സന്തോഷം ഇത് സന്തോഷിൻ്റെ ആര്? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഇത് ആരാന്ന് പുള്ളിക്ക് അറിയത്തില്ല, ഈ വെള്ളാപ്പള്ളി സാർ തന്നുകൊണ്ടിരിക്കുന്ന. പെട്ടെന്ന് സിബി സാറിന് ശൈലി ഉണ്ടല്ലോ, സിബി സ്പെഷ്യൽ അറ്റൻഷൻ പ്രത്യേകം സൂക്ഷിച്ചു വെച്ചേക്കാൻ പറഞ്ഞു. ആ മുഴുവൻ പ്രോസിക്യൂട്ടർമാരെ കേരളത്തിൽ കണ്ണൂർ മുതലുകൾ വിറ്റ് കാശ് മേടിച്ചു. എന്നാൽ ഇത്രയും നാളും പണിയെടുത്ത KM സന്തോഷ് കുമാർ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, എനിക്ക് കിട്ടാത്തതിനെ കൊതിക്കുറവല്ല, അതിനെ കിട്ടിയ ആവശ്യമില്ല, ഇതുവരെ ഒരാളോട് ചോദിച്ചിട്ടുമില്ല. നിനക്ക് എന്നാണ് വേണ്ടേ? നീ ഇത്രയൊക്കെ പണിയെടുക്കുന്നതല്ലേ, നിനക്ക് വല്ലതും വേണോ? മറ്റേത് പാലായിൽ ഒരു ഓട്ടോറിക്ഷ കയറാനുള്ള ആൾ ഈഴവർ വിളിച്ചാൽ കൂടത്തില്ല. അവിടെ മരിച്ചു നിന്നവനാണ് ഈഴവൻ. ഇത് ഞാൻ ഞൊടിച്ചാൽ ആൾ വരുന്ന തരത്തിലേക്ക് ഈഴവരെ വളർത്തിയവനാ ഈ ഇരിക്കുന്നത് ഞാൻ. എനിക്ക് അതിനുള്ള ശേഷിയുണ്ട്, പ്രാപ്തിയുണ്ട്, അതിനുള്ള സംഘടനാ ശൈലി എനിക്കറിയാം. ഞാൻ പോയവരുടെ ഒരു സംഘടനാപരമാണ്. ഞാൻ സംഘടനയെ വളർത്തിയിട്ടുണ്ട്, സംഘടനയെ ഭയങ്കര ഉയർച്ചയിലെത്തിയിട്ടുണ്ട്. ആ ഗവൺമെൻറ്റാണ് 25 ഏക്കർ ഭൂമി സൗജന്യമായിട്ട് ഈഴവ സമുദായത്തിന് പതിച്ചു തരുന്നത്. ഉമ്മൻചാണ്ടി തിരുവഞ്ചൂരാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ. അതിന് കേരളത്തിൽ സാധിച്ചിട്ടുള്ള ഏക യൂണിയൻ സെക്രട്ടറി KM സന്തോഷ് കുമാറാണ്. ഉത്തമ വിശ്വാസമുള്ള ആളാണ് ഞാൻ. വെള്ളാപ്പള്ളിക്ക് 10 സെന്റ് മേടിക്കാനോ 10 സെന്റ് സൗജന്യമായിട്ട് മേടിക്കാനോ പറ്റിയിട്ടുണ്ടോ? അതിൽ 10 ഏക്കർ 15 ഏക്കർ യൂണിയൻ വന്നപ്പോൾ 10 ഏക്കർ യോഗത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപേക്ഷ പോലും ഇല്ലാത്ത നടേശൻ്റെ പേരിൽ തിരിച്ചിവിടെ വന്നിട്ട് അപേക്ഷ 3 മാസം പുറകോട്ട് എഴുതി വെച്ചിട്ട് കൊണ്ട് തിരുവഞ്ചൂരാധാകൃഷ്ണൻ്റെ വീട്ടിൽ കൊടുത്തിട്ടൊക്കെ അത് പതിക്കുന്നത്. പതിച്ച് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്ത് തിരുവഞ്ചൂർ മാറി അടൂർ വന്നപ്പോഴത്തേന് യോഗം എന്നുള്ളത് മാറ്റി ട്രസ്റ്റ് ആക്കിയത്. SNDP യോഗം വേറെ, ട്രസ്റ്റ് വേറെ അല്ല. SNDP യോഗത്തിന് അങ്ങനെ ഒരു ബാർഗനിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടല്ലേ താങ്കൾക്ക് അത് ചെയ്ത് നേടിയെടുക്കാൻ സാധിച്ചത്? വന്നാൽ മാണി സാറിന് പാലായി വന്ന് വെള്ളാപ്പള്ളിക്കൊന്നും ബാർഗൻ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ യൂണിയൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ 2010 നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ അയച്ചൊരു സർക്കുലർ നിങ്ങൾ പുറകോട്ട് എടുത്ത് നോക്കൂ. 3 ദിവസം വലിയ വിവാദമായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാ ഇലക്ഷൻ കമ്മീഷൻ. ഞാൻ അയച്ച സർക്കുലർ. ഞാനവിടെ പാലായി യൂണിയൻ ചാർജ് എടുക്കുമ്പോൾ 3 പഞ്ചായത്ത് മെമ്പർമാർ അമീനിച്ച് താലൂക്കിൽ ആകെപ്പാടെ 7 വരുന്നുണ്ടായിരുന്നു. 3 പേര് എല്ലാ പാർട്ടിക്കകത്തു കൂടെ. ഞാനത് 65 പേരിലേക്ക് ഉയർത്തിയവനാണ്. എൻ്റെ വനിതാ സംഘം പ്രസിഡന്റിനെ ഞാൻ ഈ ഉഴവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആക്കി. നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സൃഷ്ടിച്ചവനാണ്.
നീലൂർ സഹകരണ ബാങ്ക് ഞാൻ പിടിച്ചെടുത്തു, ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ വെച്ച പാനലിൽ. അതിനുള്ള ആർജവം കാണിച്ചവനാണ് സന്തോഷ് കുമാർ, അല്ലാതെ വെള്ളാപ്പള്ളി പറയുന്ന പോലല്ല. അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഞാൻ ഇത്രേ എഴുതിയുള്ളൂ, പ്രാദേശികമായി വിജയസാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുചേർന്ന് നമ്മുടെ ആളുകൾ നിർത്തി മത്സരിപ്പിച്ച് പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ഭരണാധികാരികളും ആക്കണം. ജനാധിപത്യ കേരളത്തിൽ ഇത്രയും നാളുകളും രാജ്യം മാറി മാറി പലരും ഭരിച്ചെങ്കിലും ഈഴവ സമുദായം മീനച്ചിൽ താലൂക്കിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എൻ്റെ സർക്കുലറാണ്, വിറങ്ങലിച്ച് നിൽക്കുകയാണ്. മീനച്ചിൽ പഞ്ചായത്ത് പേര് മീനച്ചിൽ താലൂക്ക് മീനച്ചിൽ പഞ്ചായത്ത് ഒരു ഈഴവും പോലും ഞാൻ ആ ഇലക്ഷൻ വന്നപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളിനെ വൈസ് പ്രസിഡന്റ് ആക്കാൻ കഴിഞ്ഞ ഒരു യൂണിയൻ സെക്രട്ടറിയാണ്. വെള്ളാപ്പള്ളിയെ വെല്ലുവിളിക്കും ആ കാര്യത്തിൽ. ഈ 30 കൊല്ലം കൊണ്ട് എന്തിവിടെ കാണിച്ചു വെച്ചു? ഇത് ചെറിയ കാര്യമല്ലേ നീ പറയുന്നത്? അയാളുടെ ബാർഗൈനിങ് കപ്പാസിറ്റിയാണോ? അയാൾ ബാർഗൈൻ ചെയ്യുന്ന അയാളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ബാർഗൈൻ ചെയ്യുന്നു. ഞാൻ ബാർഗൈൻ ചെയ്ത് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ ബാർഗൈൻ ചെയ്തവനാണ്. അതിനുള്ള തൻ്റെ എനിക്കുണ്ടായിട്ട് ഞാനത് കാണിച്ചു കൊടുത്തത്. ഇതൊക്കെ അവിടെ ഉണ്ടോ? അതിൽ കേട്ടെ, മുഴുവൻ കേട്ടെ. അപ്പോൾ അതുകൊണ്ട് പ്രാദേശികമായി ചെയ്യണം. ലാലം ബ്ലോക്ക്, മീനച്ചിൽ പഞ്ചായത്ത്, മീനച്ചിൽ പാലാ മുനിസിപ്പാലിറ്റി, ഇവിടെയൊന്നും പേരിന് പോലും നമ്മുടെ സമുദായ അംഗത്തെ മത്സരിപ്പിച്ച് ഈ നാളിത് വരെ ജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രാദേശികമായി വിജയസാധ്യതയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയോടും കൂടാം. കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ കേരള കോൺഗ്രസോ എന്തുമായിട്ട് കൂടിക്കും, നിർത്തി വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞൊരു സർക്കിൾ ഉണ്ട്. കാരണം ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുത്തപ്പോഴും ഞാൻ റേഷ്യോ എടുത്തു. എല്ലാം ഓരോ ബ്രാഞ്ചുകാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ചു. നിങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പറുണ്ടോ? നിങ്ങൾക്ക് പ്രാർത്ഥനാലയമുണ്ടോ? നിങ്ങൾക്ക് ക്ഷേത്രമുണ്ടോ? നിങ്ങൾക്ക് സ്കൂളുണ്ടോ? ഇതൊക്കെ ഞാൻ കണക്കെടുത്തു. നിങ്ങൾക്ക് സ്കൂളുണ്ടോ? നിങ്ങളുടെ വന്ന ബാത്റൂമിൽ പോകാൻ മൂത്രപ്പുരയുണ്ടോ? നിങ്ങൾക്ക് യൂത്ത് മൂവ്മെൻ്റ് ഉണ്ടോ? വനിതാ സംഘമുണ്ടോ? ഇതെല്ലാം ചോദിച്ചു. ആ ശാഖാസ്ഥിതി വിവരം എടുത്തപ്പോഴാണ് 3 പഞ്ചായത്ത് മെമ്പർമാരാണ് ഉള്ളത് ആകെപ്പാടെ. അത് കൊടുങ്ങ ANDR എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മലയാളം മൊഴി ആകെപ്പാടെ ഉള്ളത്. ഇവിടെ ഒന്നും ഒരിടത്തുമില്ല. അത് കൺസിഡർ ചെയ്യത്തില്ലായിരുന്നു ഈഴവനെ അവിടെ. ഇത് പറ്റില്ല. ഭൂമി വീതിക്കുമ്പോൾ ഞാൻ മാണിസാറിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇപ്പോഴത്തെ രാജാവാന്ന് പറഞ്ഞു. പണ്ട് ഞങ്ങളുടെ കേരളം ഭരിച്ചിരുന്നത് മഹാബലിയാണ്. മഹാബലി രാജ്യം ഭരിച്ചതിനെ കുറിച്ച് നമ്മൾ പാടാറുണ്ട് മാണിസാറെ. മാവേലി നാട് വാനിടും കാലം മാലോകരെല്ലാവരും ഒന്നുപോലെ, കള്ളമില്ല, ചതിയില്ല, കള്ളപ്പറയില്ല, ചെറുതാഴിയില്ല, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മഹാബലി ഭൂമി വീതിച്ചപ്പോൾ തുല്യമായി വീതിച്ചു, ഉദ്യോഗം വീതിച്ചപ്പോൾ തുല്യമായി വീതിച്ചു, പള്ളിക്കൂടം വീതിച്ചപ്പോൾ തുല്യമായി വീതിച്ചു. ഞാൻ കണക്ക് പറയുന്നവനാ. അങ്ങനെ കണക്ക് പറഞ്ഞാണ് മുരുകമ്മൽ മേടിച്ചെടുത്തത്. അല്ല നടേശൻ കണക്ക് പറഞ്ഞിട്ടില്ല. നടേശൻ എന്ന് പറയുന്നത് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. നടേശന് കണക്ക് പറയാൻ അറിയത്തില്ലോ ആ കാര്യത്തിൽ. സമുദായത്തിന് വേണ്ടി കണക്ക് പറയാൻ അറിയാമോ? അയാൾ പറയട്ടെ അയാൾ പറഞ്ഞതായിട്ട്. ഇത് ഐ എം ടെല്ലിങ് ഫ്രം മൈ എക്സ്പീരിയൻസ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ SNDP യോഗ പ്രവർത്തനത്തിൽ. എൻ്റെ കുഞ്ഞുനാളിൽ സൈക്കിൾ റാലി നടത്തിയും യൂത്ത് മൂവ്മെന്റ് പ്രവർത്തിച്ച് വന്നവനെ ഞാൻ. വെള്ളാപ്പള്ളി SNDP യോഗത്തിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു പക്ഷേ യോഗ ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടി എടുത്തതായിരിക്കും. അതാ വ്യത്യാസം. നമ്മളൊക്കെ ചെറുപ്പം മുതൽ ശിവഗിരി മഠാധിപതിയായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമികളുടെ പെങ്ങളുടെ മകനായ മാധവാനന്ദ സ്വാമികൾ, ഗുരുവിനെ റിക്ഷാലത്ത് വിളിച്ച് മാധവാനന്ദ സ്വാമികളുടെ സഹോദരപുത്രനാണ്. എൻ്റെ ഞങ്ങളുടെ കസിൻസാണ് എൻ്റെ അച്ഛനുമായിട്ട്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ബന്ധവും പാരമ്പര്യമുണ്ട്. വെള്ളാപ്പള്ളി തെറ്റുകൂടാതെ ദൈവദശം ചൊല്ലുമെന്ന് ചോദിച്ചു നോക്കി. അല്ല ഗുരുഷക്കം ചൊല്ലി കേൾപ്പിക്കട്ടെ. ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഇത് ചൊല്ലിപ്പഠിച്ച് ഞങ്ങളെ ചൊല്ലിപ്പഠിപ്പിച്ചു, ഞങ്ങൾ അങ്ങനെ ജീവിച്ചു വന്നവരാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ ആത്മാർത്ഥ സത്യസന്ധതകൾ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇത് കണ്ട് എൻ്റെ വിവാദ സർക്കിൾ, മീനച്ചിൽ യൂണിറ്റ് സെക്രട്ടറി വിവാദ സർക്കിൾ പുറകോട്ട് നോക്കിയാൽ സർവ്വജാലവും ഇതായിരുന്നു അടിച്ചു. ഞാൻ പേടിച്ചു പോയി. എത്ര വർഷം മുമ്പാണ്? 10-16 വർഷം മുമ്പാണ്. അപ്പം ഞാനൊരു ഭയം. ഞാൻ പെട്ടെന്ന് ഇയാളെ വിളിച്ചു. ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു വിഷയം ഞാൻ കണ്ടായിരുന്നു. ഞാൻ എന്നാ ചെയ്യേണ്ടത് ജനറൽ സെക്രട്ടറി? എന്തെങ്കിലും ഒന്ന് നീ നിൻ്റെ കാര്യം നോക്കിക്കോണം, എനിക്കറിയത്തില്ലെന്ന്. അതാണ് വെള്ളാപ്പള്ളിയുടെ ഡേസൻ. നീ നിൻ്റെ കാര്യം നോക്കിക്കോണം, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. പറഞ്ഞ അർത്ഥം മനസ്സിലായോ? കൂടെ നിൽക്കുന്നവനെ എന്തും ചെയ്യാൻ ഇവന് മടിയില്ലാത്തവനാണ്. വൈകുന്നേരമായപ്പം 2 വണ്ടി പോലീസ് വീട്ടുമുറ്റത്ത്. അപ്പം എന്നോട് ഒരു വണ്ടി എടുത്തോളാൻ പറഞ്ഞു. എൻ്റെ വണ്ടിയിലെ ഞാൻ ഡ്രൈവറും. പെട്ടെന്ന് നമ്മൾ ഇതറിഞ്ഞല്ലോ, യൂണിയൻകാരെല്ലാം അറിഞ്ഞു. 100 പേര് കൂടി, 100 കൂടുതൽ ആൾക്കാരായി. മീനച്ചിൽ തഹസിൽദാരടുത്ത് എന്നാ പിള്ളയാ, നമ്മുടെ വലിയ സുഹൃത്താണ് മോഹനം പിള്ള. അദ്ദേഹം പിന്നെ ADM ഒക്കെ അയാളാണ്. മോഹനം പിള്ള സാറാണ് മീനച്ചിൽ താലൂക്ക് തഹസിൽദാർ. പാലാ DVSP ഉണ്ട്, പാലാ പ്രോസിക്യൂട്ടർ ഉണ്ട്. അവരെല്ലാം വന്നിരിക്കുക എന്നെ കേൾക്കാനായിട്ട്. അപ്പം ഞാനൊരു ലെറ്റർ പാടും സീലും അടിച്ചിട്ടാണ് ചെന്നിരിക്കുന്നത്. എന്നോട് ചോദിച്ച് എന്നെ ഇരുത്തി. എന്നോട് ചോദിച്ചു, സന്തോഷ് കുമാർ നിങ്ങൾ അയച്ചതാണ് സാർ? ഞാൻ അയച്ച സർക്കുലറാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, എനിക്ക് എഴുതി തരാനേ ഉള്ളൂ. സാറേ പെട്ടെന്ന് പോലീസ് വന്നുകൊണ്ട് ഞാൻ ലെറ്റർ പാഡ് എടുത്തുകൊണ്ട് പോകുന്നു. എനിക്ക് എഴുതണമെങ്കിൽ എനിക്ക് ഭരണഘടനയുടെ സഹായം വേണമെന്ന് തോന്നുന്നു. മോഹനപിള്ള സാർ ജീവിച്ചിരിപ്പോൾ പോയി ചോദിക്കണം. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയട്ടെ. നടേശനെയും വെല്ലുവിളിക്കും ചില കാര്യങ്ങളിലൊക്കെ. സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു വലിയ ഇഷ്യൂ ആണ് റേസ് ചെയ്തതാണോ? അധികാരത്തിന് വേണ്ടിയുള്ള ഇഷ്യൂ സന്തോഷ് കുമാർ റേസ് ചെയ്തത്. അതിനെപ്പോലും സംരക്ഷിക്കാൻ കഴിയാത്തവനാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്നേ തിരിച്ചറിഞ്ഞ് ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ മിടുക്കനായിരുന്നു. പിന്നെ ഞാൻ നടന്ന് 10 വർഷം കൊണ്ട് ഇയാളുടെ പുറകെ.
അന്ന് മോഹനപിള്ളയുടെ വെച്ച് അവർ പെട്ടെന്ന് അവിടുന്ന് ഭരണഘടന എടുപ്പിച്ചു പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്ന്. ഞാൻ ഭരണഘടന തുറന്നു വെച്ചിട്ട് ഞാൻ വായിച്ച് ചെയ്യിപ്പിച്ചു. സാറേ 243 D6 അനുച്ഛേദം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം കൊടുക്കണം. ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇത് നടപ്പിലായിരുന്നെങ്കിൽ മീനച്ചി താലൂക്കിൽ ഒരു വിശ്വകർമ്മത്തിനോ ഈഴവനോ അല്ലെങ്കിൽ ആശാരി മൂശാരി ആരെങ്കിലുമോ പിന്നോക്കം, പക്ഷേ ദളിതന് പിന്നോക്ക സംവരണം ഉള്ളതുകൊണ്ട് അവനൊരെണ്ണം കൊടുക്കും എപ്പോഴും ഇല്ലേ. ഇത് ഞാൻ എഴുതി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് എഴുതി. ഞാനൊരു ഭാരതീയനാണ്. ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ അനുച്ഛേദം 243 D6 ഇങ്ങനെ പറയുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്നാണ് ഭരണഘടന പറയുന്നത്. നാളിതുവരെ ഇത് ഭാരതത്തിലോ അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലായിട്ടില്ല. പക്ഷെ പല സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെന്നുള്ള എൻ്റെ ഒരു വിചാരത്തോട് നടപ്പാക്കാത്തത് കൊണ്ടാണ് മീനച്ചി താലൂക്കിൽ ഞാൻ ഈ എല്ലാ പഞ്ചായത്തുകളുടെ പേരും എഴുതി. നാളിതുവരെ ഒരു പിന്നോക്കക്കാരന് പ്രാതിനിധ്യത്തിലാവുന്നത്. ഇത് കണ്ട് മനംനൊന്ന ഞാൻ ഭരണഘടനയെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ ഇപ്രകാരം ഒരു സർക്കുലർ അയച്ചിട്ടുള്ള. ഞാനൊരു ഭാരതത്തിലെ ഏതെങ്കിലും മതങ്ങൾ തമ്മിലോ ജാതികൾ തമ്മിലോ ഭാഷകൾ തമ്മിലോ ലിംഗം തമ്മിലോ വഴക്കോ തർക്കമോ ഉണ്ടാകണമെന്ന് ഞാൻ സ്വപ്നേപി വിചാരിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ എൻ്റെ സർക്കുലറിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജം ഖേദം രേഖപ്പെടുന്നു എഴുതിയുള്ളൂ. ഇയാൾ തിരിച്ചും മറിച്ചും വായിച്ച് ഭരണഘടന എടുത്ത് ചോദിച്ചാൽ ഇയാൾ ഞെട്ടിപ്പോയി. അപ്പം തഹസിൽദാർ പറഞ്ഞു, ഇതിനകത്ത് പിന്നെ ഇതെന്താ വിഷയം എന്നാ, എന്താ വിഷയം, ഇതിനകത്ത് വിഷയമൊന്നുമില്ല. അങ്ങനെ അത് ക്ലോസ് ചെയ്യുക ഫയൽ. സാർ മനസ്സിലാക്കണം, അത് വലിയ ഇഷ്യൂ ആയി. അതുകൊണ്ട് മാണി സാറ് പുറകെ നടന്ന് സീറ്റ് തരുന്നു, എല്ലാവരും നമ്മുടെ പുറകെ വന്നു. അങ്ങനെ 3-ൽ നിന്ന് 65-ലേക്ക് ഉയർത്തിയ മുൻ യൂണിയൻ സെക്രട്ടറിയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഈഴവ സമുദായത്തിൽ നിന്ന് 30 കൊല്ലം കൊണ്ട് കേരളത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മേലാൽ അദ്ദേഹത്തിനെതിരെ പറയത്തില്ല. ഞാൻ പറഞ്ഞ 36 MLA നിന്ന് ഈഴവ സമുദായം UDF-ൽ നിന്ന് 1-ലേക്ക് വന്ന് താന്നു. അതാ ഞാൻ പറഞ്ഞ ഈഴവ സമുദായത്തെ വന്ധ്യംകരിച്ചിട്ട് വെള്ളാപ്പള്ളിയുടെ കേരളത്തിൽ നിന്ന് പോകും. അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രവർത്തനങ്ങൾ മൂലം ഈഴവ സമുദായത്തിനോ ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഒന്നും തന്നെ യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഉദാഹരണ സഹിതമാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ നിരത്തിയിട്ടുള്ളത്. പ്രേക്ഷകർ കണ്ടു തീരുമാനിക്കുക. ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല, ഒരു എപ്പിസോഡ് കൂടി ഇതിന്റെ പിന്നാലെ ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.